വന്ദേ മാതരവും വിശുദ്ധ കുർബാനയും ചിന്തിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരൊറ്റ പ്രശ്നം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് മറ്റൊന്നുമല്ല, വന്ദേ മാതരം എത്ര സ്റ്റാൻസ പാടണം, എങ്ങനെ പാടണം, പാടുമ്പോൾ എങ്ങനെ നിൽക്കണം, നിൽക്കുന്നവർ അനങ്ങാമോ, അങ്ങനെ നിൽക്കുന്നവർക്ക് തുമ്മാൻ വന്നാൽ തുമ്മാമോ, അവർക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടെങ്കിൽ അതിനാശ്വാസം കണ്ടെത്തക്കവണ്ണം എന്തെങ്കിലും വെളിയിലോട്ട് വിടാമോ? ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളാണ് നമ്മളെ അലട്ടുന്നത്. ബാക്കി യാതൊരു പ്രശ്നവും നമ്മുടെ നാട്ടിലില്ല, ഇന്ത്യ മഹാരാജ്യത്തില്ല എന്നത് നമുക്ക് വളരെ അധികം അഭിമാനവും നാണക്കേടും നൽകുവാൻ പര്യാപ്തമായ ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് ഇത് ശുദ്ധ മണ്ടത്തരമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്ന് ഞാൻ വളരെ നിരാശയോടും അത്ഭുതത്തോടും കൂടെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെ ചിന്തിച്ചു വന്നപ്പോൾ അതിനോട് സമമായ മറ്റൊരു കാര്യം ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ ശ്രദ്ധ പിടിച്ചുപറ്റി അതീവ ഗാംഭീര്യത്തോടെ മനുഷ്യരെ കൊടുമ്പിരി കൊള്ളിച്ച് നിലകൊള്ളുന്നുണ്ട് എന്ന് പെട്ടെന്ന് മനസ്സിലായി. അത് മറ്റൊന്നുമല്ല, വിശുദ്ധ കുർബാനയെ പറ്റി നമ്മുടെ ഇടയിലുള്ള വിവാദങ്ങളും ശണ്ടകളും ഒക്കെയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള സാമ്യം എന്താണ്, താരതമ്യമായി ഒന്ന് പരിഗണിച്ചാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നതാണ് ഈ വിഷയം, ഈ വീഡിയോയുടെ വിഷയം, പ്രതിപാദ്യ വിഷയം. വന്ദേ മാതരം നോക്കുമ്പോൾ ഒരു രാജ്യത്തിന് ദേശഭക്തി ആവശ്യമാണ്, യാതൊരു സംശയമില്ല. ഓരോ വ്യക്തിയും അവൻ ഉൾക്കൊള്ളുന്ന രാജ്യത്തെ പറ്റി അഭിമാനിക്കുന്നതും രാജ്യത്തോട് സ്നേഹം അനുഭവിക്കുന്ന സ്നേഹം പ്രകടിപ്പിക്കുന്നതും വളരെ നല്ലതാണ്. അത് രാജ്യത്തിന് മാത്രമല്ല, വ്യക്തികൾക്കും നല്ലതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ രാജ്യത്തെ പറ്റി കാര്യമായ അഭിമാനമുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, തീർച്ചയായും ഞാൻ രാഷ്ട്രത്തിന് അർപ്പിക്കുന്ന സേവനത്തിൽ അതിൻ്റെ ഗുണമേന്മ വളരെ അധികം ഉണ്ടായിരിക്കും. കൃത്യമായി ചിന്തിക്കുന്നതിന് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവം ഇവിടെ പ്രസക്തമാണല്ലോ. അതുകൊണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ സംസാരിക്കട്ടെ. ഞാൻ അധ്യാപക വൃത്തി തിരഞ്ഞെടുത്തത് 1960കളിലാണ് ഞാൻ തീരുമാനിക്കുന്നത്, എനിക്ക് മറ്റൊന്നും വേണ്ട, ഒരു അധ്യാപകനായാൽ മതി. അന്നൊക്കെ ഞാൻ വിചാരിച്ച ഒരു സ്കൂൾ അധ്യാപകനാകണം എന്ന് എനിക്ക് ചിന്തയുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ടോ അങ്ങനെയല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് കാലുകുത്തുവാൻ എനിക്കിടയായത്. എന്തുകൊണ്ട് ഞാൻ അധ്യാപകനാകാൻ താല്പര്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ 2 കാരണങ്ങളാണ്. ഒന്ന്, രാഷ്ട്ര നിർമ്മാണത്തിൽ വിദ്യാഭ്യാസത്തിന് സുപ്രധാനമായൊരു പങ്കുണ്ട് എന്ന ഒരറിവ് ചെറുപ്പകാലം മുതലേ എനിക്കുണ്ടായിരുന്നു. അന്നൊക്കെ പറയുമായിരുന്നു, എ നേഷൻ ഈസ് ബിൽറ്റ് ഇൻ ഹർ ക്ലാസ് റൂംസ്. ഒരു രാജ്യത്തിൻ്റെ നിർമ്മിതി നടക്കുന്നത് തന്നെ ആ രാജ്യത്തിൻ്റെ ക്ലാസ് റൂമുകളിലാണ്. അപ്പോൾ ഒരു രാജ്യത്തിന് എനിക്ക് നൽകാവുന്ന ഏറ്റവും അർത്ഥവത്തായ സംഭാവന എന്നത് വിദ്യാഭ്യാസ മേഖലയിൽ കൂടെ ഞാൻ അനുഷ്ഠിക്കുന്ന ഏറ്റവും നന്നായ സേവനമാണ്, പ്രതിഷ്ഠയോടുകൂടെയുള്ള സേവനമാണ്. അതെൻ്റെ ദേശഭക്തിയുടെ ഉള്ളടക്കമാണ്. ഞാൻ ഒരധ്യാപകൻ എന്ന നിലയിൽ ദേശഭക്തി അനുദിവസം ആചരിച്ച് വന്നവനാണ്. അതുകൊണ്ട് ആരുടെയും പക്കൽ നിന്ന് ദേശഭക്തി പഠിക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്നെ ആരും ദേശഭക്തി പഠിപ്പിക്കാൻ വരികയും വേണ്ട. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ആത്മാർത്ഥതയുള്ള ദേശഭക്തി എന്താണെന്നും, ദേശഭക്തി ഒരായുധമായി മറ്റുള്ളവർക്കെതിരെ ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള സാമാന്യ
ബോധം ഈ ഉള്ളവനുണ്ട്. ഒരു രാജ്യത്തോട് കാണിക്കാവുന്ന, ഒരു ജനതയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ വഞ്ചന ആ രാജ്യത്തിൻ്റെ പരിപാലനം എന്ന പരക്കെ ധരിക്കപ്പെടുന്ന കാര്യങ്ങൾ ആയുധവൽക്കരിച്ച് തങ്ങളുടെ എതിരാളികൾ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകൾക്കെതിരെ പ്രയോഗിച്ച് അവരെ അഭിമാനം കെടുത്താനോ അല്ലെങ്കിൽ തരം താഴ്ത്തുവാനോ അല്ലെ അവർക്ക് നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലാക്കി വെക്കുവാനോ ശ്രമിക്കുന്നതാണ് ദേശഭക്തിയുടെ ഏറ്റവും വലിയ അധപ്പതനം എന്നത്. എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ 145 കോടി വരുന്ന ജനം തിരിച്ചറിയാത്തത് എന്ന് ഞാൻ വളരെ വേദനയോടെ ചിന്തിച്ചു പോവുകയാണ്. ഈ ദേശീയ ഗാനങ്ങൾ, നാഷണൽ സോങ് എന്നും നാഷണൽ ആന്തം എന്നും പറഞ്ഞ 2 പാട്ടുകൾ നമുക്കുണ്ട്. വന്ദേ മാതരം നാഷണൽ സോങ് ആണ്. ജനഗണമന അല്ലെങ്കിൽ നമ്മുടെ BJPയുടെ കേരള സംസ്ഥാന പ്രസിഡന്റ് ഭാഷയിൽ പറഞ്ഞാൽ ജനഗണമന ഒരു നമ്മുടെ നാഷണൽ ആന്തമാണ്. എന്തുകൊണ്ടാണ് BJPയുടെ പ്രസിഡന്റിനെതിരെ ആരും ശബ്ദിക്കാത്തത്? കേരളത്തിൻ്റെ പ്രസിഡന്റ് ജനഗണമന എന്ന ആ പാട്ട് ഇത്രമാത്രം അധപ്പതിപ്പിച്ച പൊതുരംഗത്ത് അവതരിപ്പിക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. അതിലാർക്കും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ദേശഭക്തി അല്ല. ഇപ്പൊ ദേശഭക്തി വിളമ്പ് നടക്കുന്ന ആളുകൾക്ക് ജനഗണ മന എന്ന് പറയാൻ അറിയില്ല. അത് പറഞ്ഞു വരുമ്പോൾ ജനഗണ മണ എന്നായി പോകുന്നു എന്നത് തന്നെ ഈ വെളിയിൽ കൊട്ടിഘോഷിച്ചു കൊണ്ട് നടക്കുന്ന ദേശഭക്തിയിൽ എന്തെങ്കിലും ഉള്ളടക്കമുണ്ടോ, കാമ്പുണ്ടോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നതായതുകൊണ്ട് മാത്രം ഞാൻ ഒരു പരാമർശം നടത്തിയതാണ്. അല്ല, ഞാൻ ദേശീയ ഗാനത്തോട് അവഹേളനം കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങോട്ട് വരേണ്ട. ഞാനല്ല, കേരളത്തിലെ BJPയുടെ പ്രസിഡന്റ് പറഞ്ഞ കാര്യം ഞാൻ ഉച്ചരിച്ചു, അത്രമാത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ 43 വർഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഞാൻ സേവനം നടത്തിയിട്ടുണ്ട്. അതിനു പകരം എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജനഗണമനയും വന്ദേ മാതരവും പാടിക്കൊണ്ടിരുന്നാൽ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ 2 നല്ല പാട്ടുകളെയും വിലമതിക്കരുതെന്നല്ല ഞാൻ പറയുന്നത് സിംബോളിക്കായിട്ടും സെറിമോണിയലായിട്ടുമുള്ള കാര്യങ്ങൾ, അതായത് പ്രതീകാത്മകമായ കാര്യങ്ങൾ, അത് പ്രാവർത്തികമായ കാര്യങ്ങൾക്ക് പകരം വെക്കാവുന്നതല്ല. മാത്രവുമല്ല, പ്രതീകാത്മകമായ കാര്യങ്ങളുടെ മേന്മ അല്ലെങ്കിൽ അതിന് നൽകപ്പെടാവുന്ന വില പ്രാവർത്തികമായ കാര്യങ്ങളിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഉദാഹരണമായിട്ട്, ഒരു പെൺകുട്ടിയെ റോസാ പുഷ്പത്തിനോട് ഉപമിക്കാം. അത് പല കവിതകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ റോസാ പുഷ്പത്തിന് അതിൻ്റെതായ മേന്മയും ഗുണവും മണവും ആകാരഭംഗിയും നിറവുമൊക്കെ ഉണ്ട്. എന്നാൽ ഈ റോസാ പുഷ്പത്തിന് നിറവുമില്ല, മണവുമില്ല, ഗുണവുമില്ല, ആകൃതിയില്ല, ഒന്നുമില്ലാതാക്കി വെച്ചിട്ട് ഒരു സുന്ദരിയായ പെൺകുട്ടിയെ റോസാ പുഷ്പത്തിനോട് ഉപമിച്ചാൽ അത് ആ കുട്ടിയോട് കാണിക്കുന്ന, അല്ല പെൺകുട്ടിയോട് കാണിക്കുന്ന ആദരവോ അപ്രീസിയേഷനോ ഒന്നുമല്ല. അത് അവളെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അല്ലയോ പ്രിയപ്പെട്ട യുവതി, നിന്റെ മുഖം ഞാൻ ഇന്നലെ ചവിട്ടി മെതിച്ച റോസാ പുഷ്പം പോലെയാണ് എന്ന് പറയുന്നത് നല്ലതല്ല എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആരോടെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തണോ? ഇതെന്തുകൊണ്ടാണ് ഭാരതത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് മനസ്സിലാകാത്തത്? നമ്മൾ നമ്മുടെ രാജ്യത്തോട് നീതി കാണിക്കുന്നുണ്ടോ?
ഭാരതത്തെപ്പറ്റി ഞാൻ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭാരതത്തെപ്പറ്റി വളരെ ബഹുമാനത്തോടുകൂടെയാണ് 100-ൽ 99 ആളുകളും എന്നോട് സംസാരിച്ചിട്ടുള്ളത്. വളരെ പ്രത്യേകതയുള്ളൊരു നാടാണെന്നും പ്രത്യേകിച്ച് ആധ്യാത്മികമായ ബോധ്യം ഏറ്റവും അധികം വികസിപ്പിച്ചെടുത്ത ഒരു ജനതയാണ് എന്നും ഒക്കെ അനേകം ആളുകൾ വളരെ ബഹുമാന പുരസ്സരം എന്നോട് പറഞ്ഞിട്ടുണ്ട്, വിദേശികളായ. അങ്ങനെയുള്ളവർ ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ അവസ്ഥയെ നോക്കുമ്പോൾ അവർ വളരെ ചിന്താക്കുഴപ്പത്തിലും അവർ ഭാരതത്തെപ്പറ്റി വെച്ചു പുലർത്തിയ ധാരണകൾ അസ്ഥാനത്തായി പോയല്ലോ എന്ന് തോന്നുവാൻ വഴിയൊരുക്കുന്നതുമായ വിധത്തിലല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഞാൻ ഭാരപ്പെടുത്തേണ്ട കാര്യമില്ല ഞാൻ കരുതുകയാണ്. നിങ്ങൾക്കും നാം ആയിരിക്കുന്ന അവസ്ഥയുടെ വിശദാംശങ്ങളെ പറ്റി ബോധ്യമുണ്ടല്ലോ. നാം വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ സാധ്യതകളോട് വേണ്ട വിധത്തിൽ നീതി പാലിക്കുവാൻ കൂട്ടാക്കാത്ത ആളുകളാണ് ദേശഭക്തിയുടെ പരിവേഷവും അണിഞ്ഞ് പൊതുരംഗത്ത് ഈ താണ്ഡവം നടത്തുന്നത്. അത് അവരുടെ നഗ്നത മറയ്ക്കാനുള്ള അത്തിയില മാത്രമാണ് എന്നത് ഈ ജനം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. ദേശഭക്തിയുടെ മൊണോപ്പൊളി ആർക്കും കൈക്കലാക്കാൻ സാധ്യമല്ല. ദേശഭക്തിയെ ആയുധവൽക്കരിക്കുന്നത് ഒരു ദേശത്തോട് കാണിക്കുന്ന കടും പാതകമാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഇപ്പോൾ നമുക്കറിയാം, വടക്കേ ഇന്ത്യയിലൊക്കെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരാവേശമാണ് മുസ്ലിങ്ങളെ കൊണ്ട് ജയറാം വിളിപ്പിക്കുക. ജയറാം ജയറാം വിളിപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, 1000 മുസ്ലിം യുവാക്കളെ കൊണ്ടോ യുവതികളെ കൊണ്ടോ ഹേറാം 10,000 തവണ വിളിപ്പിച്ചാൽ ഭഗവാൻ രാമൻ എന്തെങ്കിലും ഗുണമുണ്ടോ? നിനക്ക് ഗുണമുണ്ടോ? എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ ചെയ്യേ. ഒരു പ്രയോജനവുമില്ല. നിന്റെ ഹുങ്കത്തരത്തിനും പൊങ്ങച്ചത്തിനും അല്പം ഒരു എന്താ പറയുന്നത്, ഊതി വീർപ്പിക്കാനുള്ള അവസരം എന്നല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനം നിനക്കോ നിന്റെ തലമുറകൾക്കോ ഇല്ല. ഇത് വെറും അർത്ഥശൂന്യമായ പ്രവർത്തനങ്ങളാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ദേശഭക്തി എന്ന് പറയുന്ന പടം വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ സങ്കടകരമാണ്, നിരാശാജനകമാണ്, ലജ്ജാകരമാണ്. അപ്പോൾ വന്ദേമാതരമായിക്കൊള്ളട്ടെ, ജനഗണ മന ആയിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള മനോഹരമായ അർത്ഥവത്തായ ഗാനങ്ങൾ നാം ആലപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം ദേശഭക്തി കൊണ്ട് നിറയണമെങ്കിൽ നാം എന്തു ചെയ്യണം? ഈ രാജ്യത്തിൻ്റെ സാധ്യതകളെ അതിൻ്റെ ഏറ്റവും ഉന്നതമായ തലത്തിൽ തിരിച്ചറിഞ്ഞ് അത് പൂർണ്ണമായി സഫലീകരിക്കത്തക്കവണ്ണം പ്രവർത്തിക്കുന്ന ഒരു കർമ്മശേഷിയുള്ള, ആത്മാർത്ഥതയുള്ള, സത്യസന്ധതയുള്ള, ആദർശപരമായി ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കണം എന്ന് മാത്രവുമല്ല, ഈ രാജ്യത്തിലെ എല്ലാ വ്യക്തികളും ഒരേ കുടുംബത്തിൻ്റെ അംഗമാണ് എന്ന സത്യം അംഗീകരിച്ച് എല്ലാവർക്കും വളരുവാനും ഈ രാജ്യത്തെ സേവിക്കുവാനുമുള്ള അവസരം ഉണ്ടാകത്തക്കവണ്ണം പരസ്പരം നീതി പാലിക്കുവാൻ ഭരണഘടന നൽകുന്ന സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള എന്താ പറയുന്നത് അടിസ്ഥാന മൂല്യങ്ങൾ എല്ലാവർക്കും തുല്യമായി ലഭിക്കത്തക്കവണ്ണം ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചതിന് ശേഷം മാത്രമേ എല്ലാവരും തുല്യമായ ദേശഭക്തി ആഘോഷിക്കണമെന്ന് പറയുവാൻ എന്തെങ്കിലും ന്യായമുണ്ടാകുകയുള്ളൂ. ദേശസ്നേഹം ആരുടെയെങ്കിലും തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ച് അവരിൽ നിന്ന് പല്ല് പറിക്കുന്നത് പോലെ പറിച്ചെടുക്കാവുന്നതല്ല. അങ്ങനെ ദേശസ്നേഹം മനുഷ്യരിൽ നിന്ന് പറിച്ചെടുക്കാം എന്ന് വിചാരിക്കുന്നവൻ മുഴുഭ്രാന്തനാണ്, അല്ലെങ്കിൽ അവൻ ഒരു വിഡ്ഢിയാണ്. അങ്ങനെയുള്ള വിഡ്ഢിത്തരം ലോകം മുഴുവനും കാണത്തക്കവണ്ണം
അവതരിപ്പിക്കുന്നതിൽ അഭിമാനം കാണുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു അധപ്പതനം ഉണ്ടാകുവാൻ സാധ്യമല്ലല്ലോ. എന്നാൽ ഇത് തന്നെയാണ് മതത്തിൽ വരുമ്പോൾ നാം കാണുന്നത്. തികച്ചും അർത്ഥശൂന്യമായ കാര്യങ്ങൾക്ക് മാത്രം വലിയ പ്രാധാന്യം കൊടുക്കുകയും എന്നാൽ അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങളെപ്പറ്റി 100% അവഗണന കാണിക്കുകയും അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ സാധ്യതകൾ എന്തെന്ന് അന്വേഷിച്ചറിയാതെ അതിനെ ഒരു കോടാലി പോലെ ആയുധവൽക്കരിച്ച് ദുരുപയോഗം ചെയ്യുന്ന ഒരു സമീപനമാണ് മതത്തിലും സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് മറ്റു മതങ്ങളെപ്പറ്റി ഒന്നും പറയാനല്ല. ക്രിസ്തു മതത്തെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പരിശുദ്ധമെന്ന് എല്ലാവരും കരുതുന്ന വിശുദ്ധ കുർബാന നിങ്ങൾ നോക്കുമ്പോൾ അത് ആചരിക്കുന്നതിൽ എന്തെങ്കിലും ആത്മീയമായ ഒരു ആവേശമോ അനുഭവമോ ഉണ്ടാകണമെങ്കിൽ അത് ആചരിക്കപ്പെടുന്ന പശ്ചാത്തലത്തിന് അതിൻ്റെതായ ഒരു ആത്മീയമായ അർത്ഥവും വീര്യവും ഉണ്ടാകണം. ഞാനത് വിശദീകരിക്കട്ടെ. ഇത് മനസ്സിലാക്കേണ്ട അത്യാവശ്യമായതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം, സഹകരിക്കണം. ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കാൻ പോകുകയാണ്. ഈ വിശുദ്ധ സംസർഗത്തിൻ്റെ, ഈ കുർബാനയുടെ അല്ലെങ്കിൽ ദിവ്യബലിയുടെ ഉറവിടം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി നടത്തിയ അന്ത്യ അത്താഴമാണ്. ആ സാഹചര്യത്തിൽ യേശു അപ്പമെടുത്ത് നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ ഇത് ഭക്ഷിപ്പീൻ, എൻ്റെ ഓർമ്മയ്ക്കായി ഭക്ഷിപ്പീൻ. അപ്രകാരം തന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തിയിട്ട് പറഞ്ഞു, ഇത് എൻ്റെ രക്തം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ അനുഭവത്തിൻ്റെ കാതലായ ഭാഗങ്ങൾ അപ്പവും വീഞ്ഞും അല്ല, യേശുവിൻ്റെ വ്യക്തിത്വമാണ്. അപ്രകാരം മനുഷ്യജാതിയുടെ കണ്ണിൽ എക്കാലത്തും അസ്തമിക്കാത്ത, മങ്ങലേൽക്കാത്ത മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ പാരമ്യം പ്രാപിച്ച ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരപ്പം വന്നാൽ അത് മുറിച്ചിട്ട് ആധികാരികമായി അവന് പറയാൻ കഴിയും, ഞാൻ മുറിക്കുന്ന ഈ അപ്പമില്ലേ, അതെൻ്റെ ശരീരത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ട്. അതിന് പകരം 5.5 മീറ്റർ തുണി പാവാട പോലെ ഉടുത്തോണ്ട് ഞാൻ മുറിക്കുന്ന അപ്പം മനുഷ്യത്വത്തിൻ്റെ യാതൊരു മേന്മയും പ്രാപിക്കാതെ, വ്യക്തിമാഹാത്മ്യം എന്തെന്നറിയാതെ, വ്യക്തിത്വ വളർച്ചയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ, ഏതാണ്ട് കൂലിവേലക്കാരെ പോലെ പൗരോഹിത്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു അപ്പകഷ്ണം എടുത്ത് മുറിച്ചിട്ട് ഇതെൻ്റെ ശരീരം, അല്പം മുന്തിരിച്ചാൽ എടുത്തിട്ട് ഇതെൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു വിലയുമില്ല. യഥാർത്ഥത്തിൽ ഒരു പുരോഹിതൻ താൻ ആചരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയ്ക്ക് വിലയുണ്ടാകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ്റെ വ്യക്തിത്വത്തെ ഏറ്റവും ആത്മീയമായി, ഏറ്റവും പരിശുദ്ധമായി, ഏറ്റവും ദീപ്തമായി കാത്തു സൂക്ഷിക്കുകയും തൻ്റെ വ്യക്തിത്വത്തിൻ്റെ വില അനുദിനം വർദ്ധിക്കത്തക്കവണ്ണം ആവേശത്തോടെ നാനാമുഖമായി അതിനുവേണ്ടി കരുതുകയും പരിശ്രമിക്കുകയും ചെയ്യും. ഒരു പീറ വ്യക്തിയുടെ കയ്യിൽ അപ്പം നുറുക്കുന്ന ഇത് അത് വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ അത് അതുപോലെ വിശ്വസിക്കണമെങ്കിൽ ഇത് ചെയ്യുന്നവനും ഇത് കൈക്കൊള്ളുന്നവനും ഒന്നും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ മന്ദബുദ്ധിയാണ്, അല്ലെങ്കിൽ ഭ്രാന്താണ്. പക്ഷെ ഈ കാര്യം, ഈ ആശയം ഞാൻ പറയാൻ തുടങ്ങിയിട്ട് നാളേറെ ആയെങ്കിലും ഇതാരും ഗ്രഹിക്കുന്നില്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ഏതാണ്ട് വലിയ പാപമാണ് എന്ന ഒരു ധാരണയിലാണ് ജനങ്ങളെ അവർ പിറക്കുന്ന സമയം തൊട്ട് പരിചരിച്ചു വരുന്നത്, കെട്ടിയിട്ടിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിലാണെങ്കിലും മതത്തിലാണെങ്കിലും പ്രവർത്തിക്കുന്ന മർമ്മം ഇത് തന്നെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. രാഷ്ട്രീയത്തിൽ വന്ദേമാതരത്തിന് കൽപ്പിക്കുന്ന വില, അതായത് സംഘപരിവാർ കൽപ്പിക്കുന്ന വിലയാണ് മതത്തിൽ ക്രിസ്ത്യാനികൾ വിശുദ്ധ സംസർഗത്തിന് കൽപ്പിക്കുന്നു. അങ്ങനെ കൽപ്പിക്കുന്നത് കൊണ്ട് വന്ദേമാതരം എന്ന് പറയുന്ന മനോഹരമായ ഈ കവിതയുടെ അർത്ഥം എന്താണെന്നോ,
അതിൻ്റെ ആത്മാവ് എന്താണെന്നോ, ഈ വന്ദേ മാതരത്തെ ആയുധവൽക്കരിച്ച് മറ്റുള്ളവരുടെ തലയ്ക്ക് കൊട്ടുപൊടി പോലെ അടിക്കാൻ അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് യാതൊരു ബോധവുമില്ല. അവർ പാടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതുപോലെ തന്നെ അത് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഈ വിശുദ്ധ സംസർഗം ആചരിക്കുന്ന, അത് എല്ലാ ഞായറാഴ്ചയും കൈക്കൊണ്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ആളുകളിൽ ഇത് നിക്ഷേപിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അതിനെപ്പറ്റി എട്ടും പൊട്ടും അറിയത്തില്ല എന്നത് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. കാരണം ഞാൻ അങ്ങനെയുള്ള ആളുകളുടെ മധ്യത്തിൽ ഒരു 40 വർഷം ഊടാടി നടന്നവനാണ്. ഒരു വിവരവുമില്ല, ചെയ്യുന്നത് എന്താണെന്ന് ഒരു വിവരവുമില്ല. അതും ഇതുമൊക്കെ പറയും, പക്ഷെ അതും യഥാർത്ഥത്തിലുള്ള അർത്ഥവുമായി യാതൊരു ബന്ധമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, കുർബാനയ്ക്ക് അർത്ഥവും ആത്മീയമായ വീര്യവും ഉണ്ടാകണമെങ്കിൽ ആ വീര്യം ഉണ്ടാകത്തക്കവണ്ണം ഒരു സാഹചര്യം സൃഷ്ടിക്കണം. യേശു പറഞ്ഞു, യെരൂശലേം ദേവാലയത്തെ പറ്റി പറഞ്ഞു, ഇത് നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി. ക്രിസ്തീയ സഭകൾ ഒട്ടും അതിൽ നിന്ന് വ്യത്യസ്തമല്ല, ഒരു പടി കൂടുതൽ വഷളാണ് എന്നേ. അങ്ങനെ കള്ളന്മാരുടെ ഗുഹയായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരാധനാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കിയ വ്യക്തികൾ തന്നെ സത്യത്തിൻ്റെ സനാതന വെളിച്ചമായ യേശുവിൻ്റെ ശരീരരക്തങ്ങൾ എന്ന് പറഞ്ഞ് അല്പം ഉണക്ക അപ്പവും രുചിയില്ലാത്ത മുന്തിരിച്ചാറും ആളുടെ വായിൽ ഒഴിച്ചു കൊടുത്താൽ അത് യേശുവിൻ്റെ ശരീരരക്തമാണ്. കാരണം എൻ്റെ കൈ അതിൽ പെട്ടു. ആരാധനാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി അവൻ്റെ കൈ അതിൽ മുട്ടിയത് കൊണ്ട് അത് യേശുവിൻ്റെ ശരീരരക്തങ്ങളായി എന്ന് പറഞ്ഞ് ഞാൻ തരുന്നത് നീ ഭയഭക്തിയോടെ ഭക്ഷിച്ചോണം, വന്ദേ മാതരം ഇങ്ങനെ നിന്ന് ചൊല്ലണം, അങ്ങനെ നിന്ന് ചൊല്ലണം, ചൊല്ലുമ്പോൾ അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് എന്ന് പറയുന്നത് തന്നെയാണ്. യാതൊരു വ്യത്യാസമില്ല. ഈ വന്ദേ മാതരം തുറന്ന് പാടുന്നവൻ്റെ ദേശഭക്തി എന്താണ്, അവൻ്റെ അവസ്ഥ എന്താണ്, അവൻ്റെ മാഹാത്മ്യം എന്താണ്, ഈ പാട്ടെഴുതിയ വലിയ കലാകാരനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ വികാരങ്ങളും ചിന്തകളും എന്തായിരുന്നു, അതിനോട് താതാത്മ്യം പ്രാപിച്ചിട്ട് വേണം ഇത് പാടാൻ. അതൊന്നും പറഞ്ഞാൽ ആളുകൾ ഇന്ന് അങ്ങോട്ട് എടുക്കില്ല. ഇത് നാം മനസ്സിലാക്കണം. യാതൊരു ആത്മാർത്ഥതയുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമേ ഒരു പാട്ടിനെയോ ഒരു ശുശ്രൂഷയോ ആയുധവൽക്കരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഏറ്റവും ലളിതമായ പ്രമാണം മനസ്സിലാക്കാൻ ദയവായി കൂട്ടാക്കണമെന്ന് എല്ലാവരോടും വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.